ഹലോ ഗഡികളെ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൗദി ഷുർബയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ കാക്കുവിൻ്റെ വിശേഷം. അപ്പോൾ അത് കാണാം. ഗഡികളെ, നമ്മൾ അതിലേക്ക് എടുക്കുന്നത് 1 സവോള, 1 തക്കാളി. ഓക്കെ, മല്ലിയില. അപ്പോൾ ചിക്കൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ചൂടായി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പട്ടയുടെ ഇല, കറുകപ്പട്ട ഇട്ട് കൊടുത്ത്, ഗ്രാമ്പ് ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്ക ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവോള അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് ഇത്രയും ഇട്ട് കൊടുക്കുക. അത് കടിക്കുമ്പോൾ ഒക്കെ അതിന് ടേസ്റ്റ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഗഡികളെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ചട്ടം കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അത് അല്ലെങ്കിൽ കൈയോട് വെച്ചിട്ട് കയ്യിൽ വെച്ച് തിരുമ്പി ഇട്ടാലും മതി കേട്ടോ. സവോള നന്നായി വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ ശകലിടാനേ പാടുള്ളൂ, കൂടരുത്. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അതായത് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പും അതിലുണ്ടാവും. അപ്പോൾ ഉപ്പ് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മൾ ചിക്കനിലിട്ട് കൊടുക്കണ്ട, ചെറുതാക്കി കട്ട് ചെയ്ത ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗഡികളെ, ഇതിൽ സത്യം പറഞ്ഞാൽ ചിക്കൻ കൂടുതലാണ് കേട്ടോ. ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. ഇനി ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കനൊന്ന് വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു. അപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പല സൈസ് ഓട്സിനുള്ളത്, ചിലത് പെട്ടെന്ന് കുറുക്കി കിട്ടും. ഞാനിവിടെ ഒരു 3.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് 3.5 അല്ല, 4 ആയിക്കോട്ടെ. ഇത് വീണ്ടും അടച്ച് തീ കുറച്ച് വയ്ക്കാം. അതാണ്ട് ഓട്സൊക്കെ കുറുകി നല്ല പാകമായിട്ടാ. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കട്ടോ. ആദ്യം ഉണ്ടാവണം, ഞാൻ മറന്നു പോയിരുന്നു. നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇത് നമ്മൾ ഇത് ഓഫ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പരുവം. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ടൈറ്റ് ആവണവർക്ക് ഒന്നും കൂടെ ഇതാക്കാം, വറ്റിച്ചെടുക്കാം. എനിക്ക് ഈ പരുവാണ് ഇഷ്ടം. വേണ്ട, സവോള ഇതൊക്കെ നന്നായിട്ട് കടിക്കാനും കിട്ടും നമുക്ക്. അപ്പോൾ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കട്ടെ. കുരുമുളക് പൊടി വേണമെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ആ പ്ലേറ്റിൽ ഇട്ടാലും മതി. മല്ലിയില അങ്ങനെ തന്നെ വേണം ചെയ്യുക. ഉപ്പും നോക്കിയിട്ട് സെർവ് ചെയ്യുമ്പോൾ ആ പ്ലേറ്റിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. കുറച്ച് ഗരം മസാല വളരെ കുറച്ചിടുന്നുള്ളൂ കേട്ടോ ഞാൻ, കാരണം ഓൾറെഡി നമ്മൾ പട്ടയും സാധനങ്ങളൊക്കെ അത് തന്നെയാണ് ഇടുന്നത്. മല്ലിയുടെ ഇല, അതായത് മല്ലിയില സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മല്ലിയില ഇട്ടപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഗഡികളെ, ഈ നോമ്പ് കാലത്ത് വേണമെങ്കിൽ ഷുർബ, സൗദി ഷുർബ, അത് നമ്മളെ ഒരു സൂപ്പ് വിഭവത്തിൽ പെടുത്താൻ പറ്റിയ നല്ല ഗുണമുള്ളൊരു ഐറ്റമാണിത്. എല്ലാവരും ഉണ്ടാക്കിക്കോ. സത്യം പറയണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് സാധനം അവിടെ ഉണ്ടാക്കി അവിടെ കഴിഞ്ഞുട്ടാ, അത് വേറെ കാര്യം. ഇത് മാത്രമേ ഉള്ളൂ. ഞാനും കുടിച്ചു അവിടെ കുറേ. അപ്പം എന്താണ് അതിൻ്റെ ഒരു കുറച്ചൊരു അപാകതമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ കരയാമ്പൂ കടിച്ചപ്പോൾ അതൊരു വേറെ ടേസ്റ്റായിട്ട് മാറി. അപ്പോൾ കരയാമ്പൂ ഇടുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇടിവെട്ട് ഐറ്റമാണ്. പിന്നെ ഇതിൽ ചിക്കൻ കുറച്ച് കൂടുതലാണ്. ഇത്ര ചിക്കൻ്റെ ആവശ്യമില്ല. പിന്നെ അത് വേറെ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുഴുവൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു കിടുക്കാച്ചായിട്ടാണ്, പൊളപ്പനായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്. പിന്നെ പതിവ് പോലെ ടിങ് ടിങ് അടിക്കാൻ മറക്കരുത്.